ഹലോ ഗൈസ്, ഇന്ന് ഉത്രാടം. ഇന്ന് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ അങ്ങനെ ഉത്രാടം വൈകുന്നേരം പരിപ്പ് പായസം ഉണ്ട്. നാളെ പരിപ്പ് പായസമല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മ എനിക്ക് ഇന്ന് പരിപ്പ് പായസം ഉണ്ടാക്കി തന്നു. അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. നാളെ അടയണം. എനിക്ക് ഇന്ന് പരിപ്പ് ഉണ്ടാക്കി തന്നു. നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അമ്പലം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വന്തം സൈക്കിളിലാണ്. നമ്മുടെ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ വീഡിയോ വരാൻ ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ കുട്ടനച്ചാ, ഇതാണ് കുട്ടനച്ചൻ. കുട്ടനച്ചൻ അവിടെ ഉണ്ട്. ഇതെന്റെ വ്ളോഗ്. നമ്മൾ കുട്ടനച്ചൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കുട്ടനച്ചൻ നമ്മളെ സഹായിക്കും ആമ്പൽ പറിക്കാനായിട്ട്. അല്ലേ കുട്ടനച്ച? അതെ അതെ അതെ, കുട്ടനച്ചൻ ഞങ്ങളെ പറിക്കാൻ സഹായിക്കും. കുട്ടനച്ചൻ ആരുമില്ല ഇവിടെ. തോട് കണ്ടുപിടിക്കണം. അപ്പുറത്തെ പറമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പറമ്പ്. സ്വന്തം അല്ലേ? അങ്ങനെ നമ്മൾ ആമ്പല് പറിക്കാൻ പോവുകയാണ്. അയ്യോ വാ. ജമന്തി ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും പിന്നെ കടയിൽ നിന്ന് മേടിക്കണമെന്നുള്ള ആചാരം. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കും, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിക്കുകയും ചെയ്യും. പിന്നെ റോസയുണ്ട്, പിന്നെ ചെത്തിയൊക്കെ ഉണ്ട്. ചെത്തി അപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇതൊന്നും എടുക്കത്തില്ല. ഇതെന്താ ഓർക്കിഡ്, അതൊന്നും എടുക്കത്തില്ല. പിന്നെ മന്ദാരം ഉണ്ട്. മന്ദാരം ഒന്നും അങ്ങനെ എടുക്കത്തില്ല. പിന്നെ നമുക്ക് ഈ സാധനമുണ്ട്. ഇതിൻ്റെ പേരിന് വാടാമുല്ല. വാടാമുല്ല ഉണ്ട്, പക്ഷെ അച്ഛൻ മേടിച്ചോണ്ടും വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഒറ്റ വ്ളോഗിലും ഇത്രയും ദിവസം ഇട്ട അത്തപ്പൂക്കളമല്ല, പൂക്കളം കാണിച്ചു തന്നിട്ടില്ല. ഇതാണ് ഡെയിലി അമ്മ ഇടുന്ന കളം. അമ്മയാണ് ഇടുന്നത്, ഞങ്ങളല്ല. ഇത് എല്ലാ ദിവസവും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആനക്കുടയുണ്ട്, കുഞ്ഞിക്കുട. ഇതാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഈ കുട. അമ്മയുടെ പൂക്കളം, അമ്മയുടെ ഓണത്തപ്പൻ, അമ്മയുടെ ഇത് തുളസി, മുക്കുറ്റി, അമ്മയുടെ ചെടികളില്. അങ്ങനെ തോണം എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഓണം ഇതിവിടം വരെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓണം എവിടം വരെ ആയി? പൊന്നാമ്പൽ പൂവിതളിൽ മതിയോ? ഹെൽപ്പ് ചെയ്ത രണ്ട് ലേഡീസ് ആണ് ഇത്. വേണ്ട, അങ്ങനെ നമ്മൾ ആമ്പൽ സക്സസ്ഫുള്ളി നമ്മൾ പറിച്ചിരിക്കുന്നു. എല്ലാരും കാണണം കേട്ടോ ആമ്പൽ പറിച്ചത്. എന്തായാലും ഞാൻ ഹാപ്പി ആയി കേട്ടോ. ബൈ.